വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. ഇന്ന് DCC ഓഫീസുകളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് തീരുമാനം. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ PCCകളുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, വോട്ടർ പട്ടിക ക്രമക്കേടിലാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുന്നത് കോൺഗ്രസ്. ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരംഭിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളെല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ഒരു പന്തം കൊളുത്തി പ്രകടനത്തിനാണ് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ DCCകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ഈ രീതിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഇന്നത്തെ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ വലിയൊരു പ്രതിഷേധ പരിപാടി തന്നെ കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ വിവിധ സംസ്ഥാനങ്ങളിൽ റാലികൾ സംഘടിപ്പിക്കാനുള്ള നീക്കം കൂടിയുണ്ട്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. അതിന് പിന്നാലെയാണ് ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രചാരണ റാലികൾ സംഘടിപ്പിക്കാൻ, പ്രതിഷേധ പരിപാടികൾ എന്ന രീതിയിൽ വലിയ പ്രചാരണ റാലികൾ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും വോട്ട് ചോർ ഗഡ്ഡി ചോർ എന്ന മുദ്രാവാക്യോർത്തിയുമാകും റാലികൾ നടത്തുക. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടു പോകൂ എന്ന രീതിയിലുള്ള ഒരു ആഹ്വാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് റാലി സംഘടിപ്പിക്കുകയെന്നാണ് അറിയുന്നത്. എന്തായാലും ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നുണ്ട്. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത്. എന്തായാലും ബീഹാറിലെ പരിപാടിയിൽ തേജസ്വി യാദവിനടക്കം ഒപ്പം ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് പരിപാടി സംഘടിപ്പിക്കുന്നത്, ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന്, അത് കർണാടകയിലാണ് പരാതി നൽകിയത്, അതിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രതിഷേധവും ആരോപണവും കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് നീക്കം. ആദ്യപടി എന്ന രീതിയിൽ തന്നെയാണ് DCCകളുടെ നേതൃത്വത്തിൽ ഒരു പന്തം കൊളുത്തി പ്രകടനം എന്ന രീതിയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തുടർന്നാണ് ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ, അടുത്ത മാസം 7 വരെ വലിയ പ്രചാരണ പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണികളെ എല്ലാ കക്ഷികളെയും പ്രധാന നേതാക്കളെയും ചേർത്തുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ആദ്യം ശരി, ഉണ്ണികൃഷ്ണൻ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. ഇന്ന് DCC ഓഫീസുകളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് തീരുമാനം. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ PCCകളുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിക്കും.